നാടകത്തിന്റെ സംവിധായകൻ പത്മശ്രീ ഓസ്കാർ അവാർഡ് ജേതാവ് കൂടിയായ സുകുമാരണ്ണൻ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. പ്രിയമുള്ളവരെ, ഈ സമൂഹത്തിൽ ആരും നാടകക്കാരായി ജനിക്കുന്നില്ല. പട്ടിണി അതൊന്നു മാത്രമാണ് ഈ ഞങ്ങളെയെല്ലാം നാടകക്കാരാക്കി മാറ്റുന്നത്. നിങ്ങൾ അനുഭവിച്ചാലും. സംവിധായകൻ പറഞ്ഞത് കേട്ടല്ലോ. നാടകം ആരംഭിക്കുന്നു. അയ്യോ ഞങ്ങ കട്ടപ്പെട്ടെഴുതിയ നാടകമാ. ഞങ്ങ നാടകക്കാരാണ്ടേ നല്ല സൂപ്പർ നാടകമാ. ഈ കട്ടനും തട്ടിയും ലൈറ്റും പാടുകയാ. നാടകക്കാരാണ്ടേ നല്ല സൂപ്പർ നാടകമാ. ഈ കട്ടനും തട്ടിയും ലൈറ്റും പാടുകയാ. അയ്യോ കൊറേ നേരമായിട്ടാണ് എല്ലാം കൂടി കിടന്ന് കലകുലാന്ന്. എന്താണ് ഇത്ര നേരമായിട്ട് നാടൻ തുടങ്ങാത്തെ? കാലവാരി തറയിലല്ല, കാലവാരി മേപ്പോട്ടെറിഞ്ഞാൽ നീക്ക് കാർമേഘത്തിനിടെ പോയി തങ്ങി നിൽക്കും. പിന്നെ ഒരു മഴ പെയ്താലേ നീക്ക് താഴത്തേക്ക് വരുള്ളൂ. മനസ്സിലാവടാ? തുടങ്ങണ നാടകം. സഹൃദയനെ, ഞങ്ങളുടെ 12ാമത് നാടകം. ആരാണ് എന്റെ പ്രൊഡ്യൂസർ? അഥവാ അമ്മയുടെ ഭർത്താവാണോ എന്റെ അച്ഛൻ? ദേവി ഭഗവതി കുത്തുകൊള്ളണേ, കാത്തുകൊള്ളണേ. ഭവാനി ഭവാനി. എന്താ മനസ്സിലാ? നമ്മുടെ മകൾ എവിടെ പോയിടി? ഞാൻ ക്ഷേത്രത്തിൽ പോയച്ചാ. ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ ഇത്ര വൈകിയത്? തൊഴുതു തുടങ്ങുമ്പോ ചെരുപ്പ് കണ്ടില്ല. പിന്നെ എന്ത് ചെയ്തു? പുതിയതൊന്നും കിട്ടാത്തത് കൊണ്ട് എന്റെ പഴയ ചെരുപ്പ് എന്നെ ഇട്ടോണ്ട് പോകും. മോളെ, അമ്പലത്തിൽ പോയിട്ട് അർച്ചനയും വെടിവഴിപാടും നടത്തിയോ? പുത്തൻപുരയിൽ ഭാർഗവന്റെ പ്രിയ പത്നി ഭവാനി ഒരു വെടി, ഭവാനിയുടെ ഭർത്താവ് ഭാർഗവൻ മറ്റൊരു വെടി, പിന്നെ ഞാൻ. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് 3 വെടിവഴിപാട്. എന്താടി കയ്യിൽ? അവിടത്തേക്ക് പ്രസാദം. എവിടെ തേക്കാൻ? ഇവിടെ അങ്ങ് തേക്കാൻ പറ്റില്ല, കൊണ്ടുപോടി അവിടുന്ന്. മോളെ, ഇന്നെങ്കിലും കുളിച്ചു വൃത്തിയായി തലയിൽ ചെമ്പരത്തിപ്പൂവും ചൂടി സുന്ദരിയായി നിൽക്കണം. എന്താണമ്മേ വിശേഷിച്ച്? ഇന്ന് നിന്നെ പെണ്ണ് കാണാൻ ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ രമേശ് ചേട്ടൻ? നോ, ഇംപോസിബിൾ. അവൻ അറിയുന്നതിന് മുമ്പ് നിന്റെ കല്യാണം ഞാൻ നടത്തും. ഇല്ല, പാർവതിയുടെ കല്യാണം നടക്കില്ല. അത് പറയാൻ നീ ആരാ? പറഞ്ഞാണെങ്കിൽ ഞാനാരാ? അത് തന്നെ എനിക്ക് പറയണത്. വല്ലവരെ വീട്ടിൽ വന്നിന്ന് കല്യാണം നടക്കില്ലെന്ന് പറയാൻ ഞാനാരാ? ഞാൻ പോട്ടെ. എക്സ്ക്യൂസ് മീ അമ്മാവാ. പാർവതി എന്റെ മുറപ്പെണ്ണാണ്. എടാ, അവന്റെ മകളാണ് ഞാൻ. അവൾ എന്റെ മകളാണ്. അമ്മവ, അവളെ എനിക്ക് കെട്ടിച്ചു തന്നില്ലെങ്കിൽ നാളെ രാവിലെ തൂങ്ങിയാടുന്ന നിന്റെ ശവശരീരമായിരിക്കും നിങ്ങൾ കാണുന്നത്. ഇവിടെ ആരും തൂങ്ങി മരിക്കുന്നവരായി ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരെ തൂങ്ങി മരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കടക്ക് പുറത്ത്, എന്റെ പുറത്തല്ല, വീടിന് പുറത്ത്. എടാ രമേശ, ഞങ്ങൾക്കൊരു മകൾ മാത്രമല്ല ഒരു മകൻ കൂടി ഉണ്ടെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. അറിയാം, പപ്പൻ. രമേശേട്ടാ, വേഗം പൊയ്ക്കോ. പപ്പേട്ടന്റെ കയ്യിൽ കിട്ടിയ ഗണപതിക്ക് അടിച്ച തേങ്ങ പോലെയാകും രമേശേട്ടൻ. നിർത്ത്. 3 പേരോടും കൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദൈവം കാല് തന്നിരിക്കുന്നത് നടക്കാൻ മാത്രമല്ല, പിന്നെ ഓടാനും കൂടിയാ. അമ്മച്ചനകത്ത് പോ. അമ്മായച്ചനോ? അയ്യോ, അതല്ല, അമ്മയും അച്ഛനും ഇപ്പോൾ അകത്ത് പോകാൻ. രമേശ് ചേട്ടന് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ഭവാനി, നമുക്ക് പോകാം. രമേശ് ചേട്ടന് പുണ്ണാക്ക് വേണോ? അയ്യോ അല്ല, പിണക്കമാണോ? എനിക്കാരോടും പിണക്കമില്ല. ഏട്ടൻ എന്നെ വറുത്തുവല്ലേ? അല്ല, വെറുത്തുവല്ലേ? നീയല്ലേ എന്നെ വറുത്തത്? ഇല്ല, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് രമേശ് ചേട്ടന്റെ ഒപ്പം മാത്രമായിരിക്കും. ദൈവമേ, ഇവളെന്നെ കൊലക്ക് കൊടുക്കുക. രമേശ് ചേട്ടൻ ഓർമ്മയുണ്ടോ നമ്മുടെ കുട്ടിക്കാലം? ഒരിക്കൽ
പാടവരമ്പത്ത് കൂടി നമ്മൾ കൈകോർത്ത് പിടിച്ച് നടക്കുമ്പോൾ രമേശ് ചേട്ടൻ കാല് വഴുതി തറയിൽ വീണു. അന്നെന്റെ തല പോയി തലയിലടിച്ചതും അന്നെന്റെ തല പോയി തറയിലടിച്ച് തലച്ചോറ് വെളിയിൽ വന്ന കഥയല്ലേ? അതെ, വെളിയിൽ വന്ന തലച്ചോറ് കാക്ക കുത്തിക്കൊണ്ടുപോയപ്പോൾ പകരം ഹോട്ടലിൽ നിന്നും 12 രൂപ 50 പൈസക്ക് പൊതിച്ചോറ് വാങ്ങി തലയിൽ വെച്ച് തന്ന ഈ പാർവതി കുട്ടിയെ തലവെട്ടറിയാണ് പറഞ്ഞത്. എന്നോട് ക്ഷമിക്കൂ പാർവതി, എന്നോട് ക്ഷമിക്കൂ. ഇന്നലെ വീട്ടിൽ പട്ടിണിയായിരുന്നു. വിശപ്പ് സഹിക്കാനാവാതെ തലയിലിരുന്ന പൊതിച്ചോറെടുത്ത് ചാളക്കറിയും കൂട്ടി ഞാൻ തിന്നു പാർവതി, തിന്നു. രമേശ് ചേട്ടൻ ഒരു കൊതിയനാണ്, കൊതിയൻ. പാർവതി! അയ്യോ അയ്യോ പപ്പേട്ടൻ. രമേശ് ചേട്ടാ, നമുക്ക് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം. നിൽക്ക! ഞാനും ഒന്ന് കാണട്ടേടി പാപ്പാ. മോനെ, എന്റെ പൊന്നുമോനെ പപ്പ, നിന്നെ ഈ അമ്മയൊന്ന് കണ്ണു നിറയെ കാണട്ടെടാ. മോനെ പാപ്പാ, ജയിൽ ജീവിതമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, സൂപ്പർ. എന്റെ ഊപ്പാട് വന്നു. അവര് നിന്നെ ദേഹോപദ്രവം വല്ലതും? ഏയ്, ചെന്ന വഴി ജയ് സൂപ്രണ്ട് കാലേ വാരി ഒരു ഒറ്റയടി. പിന്നെ റിമി ടോമിയുടെ ഗാനമേളയായിരുന്നു. എല്ലാം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ ബോധം തെളിഞ്ഞപ്പോ ഇല്ലമ്മേ, ബോധം തെളിഞ്ഞില്ല. അവരതിന് സമ്മതിച്ചില്ല. ഇവിടെ ആരും കുറ്റവാളികളായി ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരെ കുറ്റവാളികളാക്കി മാറ്റുന്നത്. നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്ന കളരിയെടുക്കാമായിരുന്നില്ലേ? ശ്വാസം എടുക്കാൻ പറ്റിയില്ല, പിന്നെ ആ കളരി. അതെ, എവിടെ എന്റെ പഞ്ഞിക്കുങ്ങൾ പാർവതി? അല്ല, കുഞ്ഞപ്പങ്ങൾ പാർവതി. ഞാൻ ഇപ്പൊ വിളിക്കാം മോനെ. ആ മോനെ പപ്പ, ആ രമേശൻ ഇവിടെ വന്നിരുന്നു. എന്തിന്? പാർവതിക്കുട്ടിയെ കല്യാണം ആലോചിക്കാൻ. കൊല്ലും ഞാനവനെ. ഈശ്വര, ചതിച്ചു. പാർവതിക്കുട്ടിയെ കാണുന്നില്ല, കൂടെ ആ രമേശിനെയും. ഇവിടെ ആരും ഒളിച്ചോടുന്നില്ല. ഈ സമൂഹമാണ് അവരെ ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്ന് ഞാൻ അവനെ കുത്തി മലത്തിയിരിക്കും. നിൽക്ക്! അവന്റെ കൈകൊണ്ട് ചാകാനല്ല നിന്നെ ഞാൻ വളർത്തിയത്. കേറി പോടാകത്ത്. ഭവാനി, വിളിക്കടി പോലീസിനെ. വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. നിന്നെ ഇന്ന് ഞാൻ തട്ടിപ്പോകരുത്, അനക്കിക്കളയും. അല്ല, അനങ്ങിപ്പോകരുത്, തട്ടിക്കളയും. പപ്പേട്ടാ, രമേശ് ചേട്ടനെ ഒന്നും ചെയ്യരുത്. ഞാൻ ഗർഭിണിയാണ്. സത്യം പറയടി, ആരാടി ഈ ഗർഭത്തിന് ഉത്തരവാദി? ഞാൻ സതിമന്ദിരത്തിൽ സുഭദ്രയുടെ മകൻ രമേശൻ എന്ന ഈ ഞാൻ. അപ്പൊ നീയാണല്ലേ ഈ ഗർഭത്തിന് ഉത്തരവാദി? ഏയ്, ഞാനങ്ങല്ല. പിന്നെ നീ ഗർഭത്തെ കുറിച്ച് സംസാരിക്കാൻ കാരണം? വെറുതെ ഗർഭത്തോട് താല്പര്യം തോന്നി, അത്ര തന്നെ. അതെ, ഇതിന് ഉത്തരവാദി രമേശ് ചേട്ടൻ മാത്രമാണ്. അതെ, നീ മാത്രമാണ് ഇതിന്റെ ഉത്തരവാദി. നീ മാത്രമാണ് ഇതിന് ഉത്തരവാദി. ഓടാണ്, ഞാനങ്ങല്ല. അടിമ നാടകം പൊളിക്കോളെ. നാടകം പൊളിയട്ടെ, നാടകം പൊളിയട്ടെ. എന്താ കാര്യം എന്താന്ന്? എടാ, വല്ല അലവരാതി പെമ്പിള്ളാരെ എന്റെ തലക്ക് കെട്ടിവെക്കാൻ നോക്കണം നാടകത്തിന്റെ പേര്. എടാ, ഇത് നാടകമാണ്, ഡയലോഗ് പറയാൻ. ആ നാടകമായാലും എന്ത് തന്നെയായാലും ഈ പരിപാടി ഇവിടെ നടക്കൂല. കുട്ടി മരത്തിക്കളെ മര്യാദക്ക് ഡയലോഗ് പറയടാ. ഒന്ന് പോടാപ്പാ, അവിടുന്ന് എനിക്ക് പറ്റൂല. എടാ, കമ്മറ്റിക്കാര് കാശ് തന്നിട്ടില്ല, നാടകം തീർക്കേണ്ട കാശ് തരില്ല, ഡയലോഗ് പറയാൻ. എന്നെ പറഞ്ഞ ഈ കൂതറപ്പടിനെ ഞാൻ കെട്ടണം. എന്നെ കൊണ്ട് പറ്റൂല. നിർത്തടാ. എന്താണത്? നാടകം. ഇതാണോ നാടകം? എന്റെ വല്യേട്ടാ, നാടകത്തിന്റെ പേര് പറഞ്ഞ് ഇവന്മാരെല്ലാം കൂടി ഈ പണി തന്നെ തലയെ കെട്ടി വെക്കാൻ നോക്കുന്നു. നീയൊക്കെ ഒരുപാട് നാടകത്തിന്റെ പേര് പറഞ്ഞ് തോന്നിയാസം കാണിക്കണം. ചേട്ടാ, പട്ടിണി കിടന്ന് ചത്താലും ഞാൻ ഈ നാടകം കളിക്കൂല. സുമാരേട്ടാ, ഇവിടുത്തെ കമ്പനിക്കാരെല്ലാം കൂടെ ഞങ്ങളെ വാരി വലിച്ചിട്ട് അടിച്ചെന്നാ. പ്രിയമുള്ളവരെ, ഇവിടെ ആരും വികലാംഗരായി ജനിക്കുന്നില്ല. ഈ കമ്മിറ്റിക്കാരാണ് എല്ലാവരെയും വികലാംഗരാക്കി മാറ്റുന്നത്. സംവിധായകൻ പറഞ്ഞത് കേട്ടല്ല. ഞങ്ങ നാടകക്കാരാണേ, നല്ല സൂപ്പർ നാടകമാ. ഈ കട്ടനും തട്ടിയും ലൈറ്റും വാടകയാ. ഞങ്ങ നാടകക്കാരാണേ, നല്ല സൂപ്പർ നാടകമാ.
ഞങ്ങ നാടകക്കാരാണേ നല്ല സൂപ്പർ നാടകമാ ഈ കട്ടനും തട്ടി